ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഹായ്ക്കുട്ടിയുടെയും നേക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ദിവസത്തെ മാത്രം വ്ളോഗല്ല, 2-3 ദിവസത്തെ കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ ഞാനും ഇക്കാക്കിയും മക്കളും കൂടി ഇറങ്ങിയതാട്ടോ. ഇവർക്ക് സൈക്കിൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇത് ബർത്ത്ഡേൻ്റെ 2 ദിവസം മുന്നേ ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയി പറയുന്നത് സൈക്കിൾ വേണമെന്ന്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും കൂടി വാങ്ങിച്ചു കൊടുത്ത സൈക്കിളായിരുന്നു. 2 സൈക്കിൾ ഇടീനു. അതാണ് ഇപ്പോൾ ഇത്രയും വരെ ഇവർ ഓട്ടി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതും കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പം കുറേ ആയി പറയുന്നത് ഇതുപോലത്തെ സൈക്കിൾ വേണമെന്ന്. അപ്പം നമ്മൾ ചെയ്താലും ബർത്ത്ഡേ അല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റുമായി അവർക്ക് ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും ആ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചതേനു കേട്ടോ. അപ്പോൾ അതാ 2 പേരെയും കൂട്ടി വന്നപ്പം വരുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല കേട്ടോ എങ്ങോട്ടാണെന്നൊന്നും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആൾ ഭയങ്കര ഷോക്കായി. അങ്ങനെ നീക്കുട്ടി ഇതാ വന്നത് മുതൽ ഈ ഒരു റെഡ് സൈക്കിൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാട്ടി ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ബോയ്സ് ടൈപ്പാണ്, കാണാൻ വലിയൊരു രസമൊന്നും എനിക്ക് ഇക്കാക്ക് തോന്നിയില്ലേനും. അങ്ങനെ നമ്മൾ അതെടുത്ത് കൊടുത്തില്ല കേട്ടോ. പിന്നെ ചക്കപ്പായിൽ ഒരുപാട് സൈക്കിൾ ഉണ്ടെങ്കിലും കൂടുതൽ ബോയ്സ് ടൈപ്പാണ്, ഗേൾസ് ടൈപ്പ് കുറവാണ്. അപ്പോൾ പിന്നെ നമ്മളൊന്ന് ടൗണിലൊക്കെ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം ഈ ഒരു സൈക്കിൾ നല്ല രസമുണ്ടെങ്കിലും ഒരു ഫാൻസി ടൈപ്പ് പോലെ തോന്നി. ഗേൾസിനൊക്കെ പറ്റിയൊരു മോഡൽ സൈക്കിളാട്ടോ, ഗേൾസിൻ്റെ മോഡൽ സൈക്കിൾ തന്നെയാണ്. അപ്പോൾ നല്ല കളറും കാര്യമൊക്കെ ആയപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇതിനൊരു പെയർ ഇല്ല കേട്ടോ, ഇതിൻ്റെ സെയിം പെയർ നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ കളർ ചേഞ്ച് ആണെങ്കിലും കുഴപ്പമില്ലേനു, പക്ഷേ അവിടെ സ്റ്റോക്ക് ഇല്ലേനു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ 1-2 ഷോപ്പിലേക്ക് ടൗണിൽ കയറി അന്വേഷിച്ചതിന് ശേഷം ഇതാ വീണ്ടും ചക്കപ്പായിലേക്ക് തന്നെ വന്നിട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട സൈക്കിൾ ഇതേനും, ഈ ഒരു ഗ്രീൻ കളർ സൈക്കിൾ, ഒരു പിസ്ത പച്ച കളർ സൈക്കിൾ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല അട്രാക്റ്റീവ് കളറുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സൈക്കിൾ എടുത്തു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്ന് വെച്ചപ്പം അതും അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഒരു മോഡലിൽ ഒരേ കളേഴ്സാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ 2 എണ്ണം എടുത്തിട്ട് ഏതായാലും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കിളിൻ്റെ റേറ്റ് വന്നിട്ട് 4000 അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പൈസ അവരെ ഡിസ്കൗണ്ടും കൂടി ചെയ്ത് തന്ന്. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ എൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിയും അവളുടെ ഫ്രണ്ടും കൂടി വന്നാട്ടോ. ഇവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്. അങ്ങനെ ഇതാ ഈ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഹൈനി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ആളും ഭയങ്കര ധൃതി കൂട്ടിയിട്ട് ഇത് പൊട്ടിച്ച് നോക്കാട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഒരു ഫോട്ടോ അവൾ ഫ്രെയിം ചെയ്തതാണ്, അവൾ തന്നെ ചെയ്തതാട്ടോ ഈ ഫ്രെയിം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിനാണ് എന്നോട് 2 ദിവസം മുമ്പ് നല്ലൊരു ഫോട്ടോ അയച്ചിട്ടാനൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തൊരു ഫോട്ടോ ആട്ടത്. പിന്നെ എന്നോട് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഫ്രെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ അയക്കും നീക്കും അറിയില്ല, അവർക്ക് സർപ്രൈസ് ചെയ്യും. അങ്ങനെ അവർക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. പിന്നെ അന്ന് രാത്രി തന്നെ നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ഉണ്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാൻ വിചാരിച്ച്. കുട്ടികളുടെ ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ഡേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കുക അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയതേനും. പക്ഷേ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മളാണെങ്കിൽ ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ നല്ലോണം പെട്ടൊരവസ്ഥേനും. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പം അവിടെ ഓൾമോസ്റ്റ് എല്ലാം കാലിയായിട്ടുണ്ടേനും. പിന്നെ കബാബ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാകുമ്പോൾ കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ, ഒരു അരമണിക്കൂറോളം ആ ഹോട്ടലിൻ്റെ മുന്നിൽ വെറുതെ നിൽക്കേണ്ട അവസ്ഥയായി. പിന്നെ നമ്മൾ വേറൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മന്തി പാർസൽ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ അന്ന് മന്തിയൊക്കെ തിന്ന് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഇക്കാക്കൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ. അപ്പോൾ രാത്രി ഇക്കാക്ക ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞായറാഴ്ച ആയിരുന്നു വരെ ബർത്ത്ഡേ, അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ജോലിയുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ അന്ന് നമുക്ക് പുറത്ത് പോക്കൊന്നും നടക്കില്ല കേട്ടോ. അതാ തലേന്ന് തന്നെ പോയത്. അങ്ങനെ അന്ന് രാത്രി ഇക്കാക്ക ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹായ്ക്കുട്ടിയും നീക്കുട്ടിയും കുറേ ദിവസം മുന്നേ പറയുന്ന കാര്യമാണ് ഇങ്ങനെ തൊപ്പി വെച്ചിട്ട് കേക്ക് മുറിക്കണമെന്ന്. ഇങ്ങനെ ബർത്ത്ഡേ ക്യാപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് കേക്ക് മുറിക്കണമെന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ഏതായാലും ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് വെയിറ്റ് ചെയ്ത് വെച്ചതാണ്. 2 ദിവസം കഴിഞ്ഞാൽ വല്ല 3 ദിവസം കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ്, അപ്പം ചെയ്യാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് 2 പേര് സോപ്പിട്ട് വെച്ചതാട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തരത് കണ്ടിട്ടാണ് അവർ പറയുന്നത്. യൂട്യൂബിലാണെങ്കിലും പിന്നെ അവരുടെ ഫ്രണ്ട്സിന് അങ്ങനെ കണ്ടിട്ടാണ് അവർ പറയുന്നത് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ. അവർ ഓർമ്മയിൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം 3 വയസ്സിൻ്റെ ഒന്നും നമ്മളിങ്ങനെ കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല. 2 വയസ്സിൻ്റെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വലിയ ഓർമ്മയില്ല രണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച ഓരോരോ ആഗ്രഹമല്ലേ സാധിപ്പിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ 3 പേരും കൂടി കേക്കൊക്കെ മുറിച്ചിട്ടോ. അപ്പോൾ ഹയമോളാണെങ്കിൽ ഇപ്പം ഉറങ്ങി നീച്ച ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് കറക്റ്റ് ഒന്നും മനസ്സിലാവില്ല എന്തായി നടക്കണമെന്നുള്ളത്. അതാണ് ഓൾക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫ് പോലെ. പക്ഷേ നീക്കുട്ടി ഇതിന് ഓൾറെഡി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. കാരണം ഇക്കാക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന ഓളോട് ആദ്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓൾ വെയിറ്റ് ചെയ്ത് നിൽക്കാനും. പക്ഷേ ഹയമോൾ ആ സമയപ്പോഴേക്കൊന്നും ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടാട്ടോ ആളെ കേക്ക് കാട്ടാൻ വിളിച്ചത്. അപ്പോൾ പിന്നെ ഓൾക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, വലിയ തെളിച്ച മുഖത്ത് കാണാത്തത് അതാണ്.
അങ്ങനെ ഇവരെല്ലാവർക്കും കേക്കൊക്കെ കൊണ്ട് കൊടുത്ത് നല്ല ഹാപ്പി ഉണ്ട് ആയനിയെ അന്ന്. പിന്നെ സൈക്കിളും കൂടി ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസമായി പറയുന്നൊരു കാര്യമാണ് അവർ. അങ്ങനെ വീട്ടിലെല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു ചെറിയ പീസ് എൻ്റെ വീട്ടിലേയും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.